ഈരാവാനും അലംബുഷനും തമ്മിൽ നടന്ന യുദ്ധം ഘടോൽകചന്റെ ശ്രദ്ധയിൽപ്പെടുകയുണ്ടായി. അവൻ ഈരാവാന്റെ സഹായത്തിന് ഓടി അണഞ്ഞെങ്കിലും അപ്പോഴേക്കും ഈരാവാൻ മരിച്ചു കഴിഞ്ഞിരുന്നു. ഇത് കണ്ട് ക്രുദ്ധനായ ഘടോൽകചൻ അലംബുഷനോട് ഏറ്റുമുട്ടി. മായാപ്രയോഗത്തിൽ ഘടോൽകചൻ വിദഗ്ധനായിരുന്നു. അവൻ സങ്കല്പശക്തിയിൽ അനേകം അശ്വാരൂഢരായ രാക്ഷസന്മാരെ പ്രത്യക്ഷപ്പെടുത്തി. അലംബുഷന്റെ പരാജയം സുനിശ്ചിതമായി. ഇതു മനസ്സിലാക്കിയ ദുര്യോധനൻ അലംബുഷനെ രക്ഷിക്കുവാനായി അനവധി അശ്വാരൂഢ ഭടന്മാരോടൊപ്പം ഘടോൽകചനോട് ഏറ്റുമുട്ടി. ദുര്യോധനനെ സഹായിക്കുവാൻ വംഗരാജാവും എത്തി. വംഗരാജാവിന്റെ മിക്കവാറും സൈന്യങ്ങളെയും ആനകളെയും അശ്വങ്ങളെയും ഘടോൽകചൻ വകവരുത്തി. അവൻ അതുകൊണ്ടൊന്നും തൃപ്തിയായില്ല. ദുര്യോധനനെ തന്നെ കൊല്ലണമെന്നായിരുന്നു അവന്റെ വാശി. പല മാരകായുധങ്ങളും ദുര്യോധനന്റെ നേർക്ക് പ്രയോഗിച്ചിട്ടും അതൊന്നും അവന് ലവലേശമേശയില്ല. അപ്പോൾ ക്രുദ്ധനായ ഘടോൽകചൻ ഉച്ചത്തിൽ അട്ടഹസിച്ചുകൊണ്ട് പ്രത്യസ്ത്രമില്ലാത്ത ശക്തി എന്ന മഹായുധത്തെ ദുര്യോധനന്റെ നേർക്കയച്ചു. എന്നാൽ തക്ക സമയത്ത് വംഗരാജാവ് മിന്നൽ വേഗത്തിൽ ഒരാനപ്പുറത്ത് കയറി ദുര്യോധനന് മുന്നിലെത്തി. ശക്തി എന്ന ആയുധത്തെ തടുത്തുകൊണ്ട് ആന ചത്തുമലിച്ചെങ്കിലും ദുര്യോധനൻ രക്ഷപ്പെട്ടു. ഈ സമയത്ത് സംഘുല യുദ്ധത്തിന്റെ തീക്ഷ്ണത അല്പം കുറഞ്ഞിരുന്നു. ഘടോൽകചന്റെ അട്ടഹാസവും പോർവിളിയും ഭീഷ്മരുടെ കാതുകളിലെത്തി. ഘടോൽകചൻ ദുര്യോധനനെ കൊല്ലുവാനിടയുണ്ടെന്ന് ഭയന്ന് മഹാമയൻ ഉടൻ തന്നെ ദ്രോണരെ ദുര്യോധനന്റെ സഹായത്തിന് അയച്ചു. പിന്നാലെ ഭീഷ്മരുമെത്തി. അതോടെ കൗരവ സൈന്യം മുഴുവനും ദുര്യോധനനും ഘടോൽകചനും കൂടി യുദ്ധം ചെയ്യുന്ന സ്ഥലത്തെത്തി. എതിർപക്ഷത്തെല്ലാ പാണ്ഡവന്മാരും ഒത്തുകൂടി. വീണ്ടും യുദ്ധം സങ്കുലമായി. കണ്ണിൽ കണ്ടവരെയെല്ലാം ഓരോരുത്തരും എതിർക്കുവാൻ തുടങ്ങി. അരിപത ദേശപതിയായ നീലൻ എന്ന രാജാവ് ഭീമന്റെ ഉറ്റ സുഹൃത്തായിരുന്നു. അയാളും പാണ്ഡവ പക്ഷത്തുണ്ടായിരുന്നു. ദ്രോണപുത്രനായ അശ്വത്ഥാമാവിന്റെ ആജന്മശത്രുവായിരുന്നു നീലൻ. നീലനെ നേരിൽ കണ്ടയുടനെ ദ്രൗണി അയാളുടെ നേരെ ചീറിപ്പാഞ്ഞു. അവർ തമ്മിൽ കഠിനമായ യുദ്ധം തുടങ്ങി. പല മാരകായുധങ്ങളും അവർ പരസ്പരം പ്രയോഗിച്ചു. രണ്ടു പക്ഷത്തിലെയും സൈന്യങ്ങൾ വളരെ കൊന്നൊടുക്കുകയും ചെയ്തു. ഏതായാലും നീലന്റെ മരണത്തോടെയാണ് ആ ദ്വന്ദ്വയുദ്ധം അവസാനിച്ചത്. നീലൻ മരിച്ചപ്പോൾ കൗരവർ ആർത്തു വിളിച്ചു. നീലന്റെ മരണം പാണ്ഡവർക്കേറ്റ ഒരു ആഘാതമായിരുന്നു. എങ്കിലും അതവരുടെ വാശി വർദ്ധിപ്പിച്ചതേയുള്ളൂ. പൂർവാധികം വാശിയോടും വീറോടും കൂടി അവർ യുദ്ധം ചെയ്തു. കൗരവപ്പട പനയിൽ നിന്നും പനമ്പഴം പൊഴിഞ്ഞു വീഴുന്നത് പോലെ യുദ്ധക്കളത്തിൽ മരിച്ചു വീണു. ഇതിനിടയ്ക്ക് ദ്രോണനും ഭീമനും കൂടി കടുത്ത മത്സരം നടക്കുന്നുണ്ടായിരുന്നു. ഭീമന്റെ ഒരമ്പ് ദ്രോണന്റെ ശരീരത്തിൽ കൊണ്ടു. അദ്ദേഹത്തിന്റെ മോഹാലസ്യം തന്നെ ഉണ്ടായി. കൗരവരാകെ പരിഭ്രാന്തരായി. ഘടോൽകചൻ കൗരവപ്പടയെ മാലായജാലം കൊണ്ട് അസ്ത്രപ്രജ്ഞരാക്കി. സംഭീതരായ കൗരവന്മാർ പോർക്കളത്തിൽ നിന്ന് തിരിഞ്ഞോടി. അവരെ തടുത്തു നിർത്തി യുദ്ധയുക്തനാക്കുന്നതിന് ഭീഷ്മർ കിണഞ്ഞു പരിശ്രമിച്ചു. ഇതെല്ലാം ഘടോൽകചന്റെ മായാജാലം കൊണ്ടുണ്ടായതാണെന്നും പരിഭ്രമിക്കേണ്ട ആവശ്യമില്ലെന്നും എത്ര തന്നെ ഭീഷ്മർ പറഞ്ഞിട്ടും കൗരവ സൈന്യം യുദ്ധക്കളത്തിൽ നിൽക്കുവാൻ തയ്യാറായില്ല. സന്ധ്യയോടടുത്തപ്പോഴേക്കും കൗരവപ്പട മുഴുവൻ ചിന്നിച്ചിതറി. രംഗം ശൂന്യമായി. പാണ്ഡവപ്പട വിജയസൂചകമായി പെരുമ്പറകൾ മുഴക്കി ആർത്തു വിളിച്ചു. ദുര്യോധനൻ വളരെ നിരാശനായിരുന്നു. പരാജയം അവനെ അങ്ങേയറ്റം അസ്വസ്ഥനാക്കി. അവൻ ഭീഷ്മരെ സമീപിച്ചു. തല താഴ്ത്തിപ്പിടിച്ച് തന്നെ സമീപിക്കുന്ന ദുര്യോധനനെ കണ്ടപ്പോൾ ഭീഷ്മർ ദുര്യോധനന്റെ ആഗമന ഉദ്ദേശം തന്നെ മനസ്സിലാക്കി. ഘടോൽകചനാണ് കൗരവരുടെ അന്നത്തെ പരാജയത്തിന്റെ ഏക കാരണക്കാരൻ എന്നുള്ളതിനാൽ അന്ന് തന്നെ അവനെ കൊല്ലണമെന്നായിരുന്നു ദുര്യോധനന്റെ ആവശ്യം. വേണ്ട നടപടികൾ അപ്പോൾ തന്നെ എടുക്കാമെന്ന് പറഞ്ഞ് ഭീഷ്മർ ദുര്യോധനനെ സമാധാനിപ്പിച്ചു. നേരം സന്ധ്യയോടടുക്കാറായി. എങ്കിലും ഉടൻ തന്നെ പ്രാഗ്ജ്യോതിഷപതിയായ ഭഗദത്തനെ സൈന്യങ്ങളോടുകൂടി ഘടോൽകചനെ എതിർക്കുവാൻ നിയോഗിച്ചു. ഭഗദത്തൻ തന്റെ വലിയ ആനപ്പുറത്ത് കയറി ഘടോൽകചനെ എതിരേറ്റു. ഭീമസേനനും അഭിമന്യുവും ഘടോൽകചന്റെ സഹായത്തിനെത്തി. അവരോടൊപ്പം അശ്വാരൂഢരായ അനവധി ഭടന്മാരും ഉണ്ടായിരുന്നു. ഭയങ്കരമായ യുദ്ധമാണ് അവിടെ നടന്നത്. ഭഗദത്തൻ അസാമാന്യമായ പോരാളിയമാണ്. പാണ്ഡവ പക്ഷത്തുള്ള അനവധി ഭടന്മാരെയും ഗജങ്ങളെയും അശ്വങ്ങളെയും അവൻ കൊന്നുവീഴ്ത്തി. എങ്കിലും അവൻ ശ്രദ്ധ മുഴുവൻ കേന്ദ്രീകരിച്ചിരുന്നത് ഭീമനിലും ഘടോൽകചനിലുമായിരുന്നു. അച്ഛനെയും മകനെയും എങ്ങനെയും കൊല്ലണമെന്നുള്ള ദൃഢനിശ്ചയത്തോടെ ഭഗദത്തൻ പല വിധത്തിലുമുള്ള മാരകായുധങ്ങൾ പ്രയോഗിച്ചു. പക്ഷെ ഒരു ഫലവും ഉണ്ടായില്ല. ഭഗദത്തന്റെ ക്രോധം ശതഗുണീഭവിച്ചു. പ്രത്യസ്ത്രമില്ലാത്ത ശക്തിയാകുന്ന ആയുധത്തെ ഘടോൽകചന്റെ നേർക്കയച്ചു. അതുകൊണ്ട് അവന്റെ കഥ കഴിയുമെന്നാണ് ഭഗദത്തൻ കരുതിയത്. എന്നാൽ അത്ഭുതമെന്ന് പറയട്ടെ, ഘടോൽകചൻ ശക്തി ആയുധത്തെ ആകാശത്തു വെച്ച് തന്നെ ചാടിപ്പിടിച്ച് പൊട്ടിച്ച് 2 കഷണമാക്കി.
മഹാശക്തന്മാർക്ക് പോലും സാധിക്കാത്ത ആ പ്രവൃത്തി എല്ലാവരെയും ആശ്ചര്യപ്പെടുത്തി. ഭീമൻ ഭഗദത്തന്റെ നേർക്ക് ശരങ്ങൾ തൊടുത്തുവിട്ടുകൊണ്ടേയിരുന്നു. ഭഗദത്തൻ അതൊക്കെ തട്ടിത്തെറിപ്പിച്ചുകൊണ്ട് ഭീമനോടുള്ള പോരാട്ടം തുടർന്നു. ഇതിനിടയിൽ ഭഗദത്തൻ ഭീമന്റെ വില്ലു മുറിച്ചു. സൂതനെയും കുതിരകളെയും കൊന്നു വീഴ്ത്തി. ഭീമൻ അമർഷത്തോടെ ഗദയും എടുത്തുകൊണ്ട് തേരിൽ നിന്ന് പുറത്തേക്ക് ചാടി. ഉച്ചത്തിൽ അട്ടഹസിച്ചുകൊണ്ട് ശത്രുക്കളെ അടിച്ച് നിലം പതിപ്പിക്കുവാൻ തുടങ്ങി. എല്ലാവരും ഭയന്നു. പലരും പിൻവാങ്ങി. ദുര്യോധനൻ ഇത് കണ്ട് ഭീമനോട് ഏറ്റുമുട്ടി. അഭിമന്യുവും ഘടോത്കചനും മറ്റും ഭഗദത്തനോടുള്ള യുദ്ധം തുടർന്നുകൊണ്ടേയിരുന്നു. പോർക്കളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ചുറ്റി നടക്കുന്നുണ്ടായിരുന്ന കൃഷ്ണാർജുനന്മാർ ഈ അവസരത്തിൽ അവിടെ വന്നെത്തി. അപ്പോഴാണ് ഈരാവാൻ മരിച്ച വൃത്താന്തം അർജുനൻ അറിയുന്നത്. മകന്റെ മരണം കേട്ട മാത്രയിൽ അല്പം അസ്വസ്ഥനായെങ്കിലും അർജുനൻ പെട്ടെന്ന് സ്ഥൈര്യം വീണ്ടെടുത്ത് ഗാന്ധീവത്തിൽ നിന്ന് ജ്ഞാനൊലി പ്രകടിപ്പിച്ചു. ഇത് കേട്ട് പോർക്കളമാകെ കിടുങ്ങി. യോദ്ധാക്കൾ ഞെട്ടിവിറച്ചു. പേമാരി ചൊരിയുന്നത് പോലെ അർജുനന്റെ ശരപ്രയോഗം കണ്ട് ദുര്യോധനാദികൾ നട്ടം തിരിഞ്ഞു. അർജുനൻ പടക്കളത്തിൽ വന്നപ്പോൾ ഭീമൻ അല്പം പിന്നോട്ട് മാറി. എല്ലാം കണ്ട് രസിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു. ഒറ്റയ്ക്ക് നിൽക്കുന്ന ഭീമനെ കണ്ടപ്പോൾ അവനെ ആക്രമിച്ചു വകവരുത്തുവാൻ പറ്റിയ സന്ദർഭമാണെന്ന് കണക്കാക്കി ദുര്യോധനന്റെ ഏതാനും അനുജന്മാർ ഭീമനെ കണക്കാക്കി ലക്ഷ്യം ചെയ്തു. അവർ 4 ഭാഗത്തിൽ നിന്നും ഒരേ സമയത്ത് ശരങ്ങൾ വർഷിച്ചു. എന്നാൽ ഭീമസേനൻ ഇത് ഒരു നേരം പോക്ക് പോലെയാണ് കൈകാര്യം ചെയ്തത്. ദുര്യോധന സഹോദരന്മാരുടെ ശരങ്ങളെ വിദഗ്ധമായി തടുത്തതല്ലാതെ പ്രത്യാക്രമണം നടത്താതെ ഔദാസന്യവാദത്തിൽ പെരുമാറിക്കൊണ്ടേയിരുന്നു. ഇത് കണ്ടപ്പോൾ വീരവാദങ്ങൾ പറഞ്ഞും അട്ടഹാസങ്ങൾ മുഴക്കിയും കൗരവ സഹോദരന്മാർ ശക്തിയായി പോരാടാൻ തുടങ്ങി. ദ്രോണാചാര്യർ ഈ രംഗം കാണുവാനുള്ള ഇടയുണ്ടായി. ധാർത്തരാഷ്ട്രന്മാരിൽ ആരെ കിട്ടിയാലും ഭീമൻ കൊല്ലുമെന്ന് അദ്ദേഹത്തിന് ഉറപ്പുണ്ടായിരുന്നു. അദ്ദേഹം ധാർത്തരാഷ്ട്രന്മാരുടെ രക്ഷയ്ക്കെത്തി. ദ്രോണർ ഭീമനോട് ശക്തിയായി പൊരുതി. ദ്രോണർ ആക്രമണം ആരംഭിച്ചപ്പോൾ ഭീമനും പ്രത്യാക്രമണത്തിന് സന്നദ്ധനായി. അവൻ അത്യന്തം ഈർഷ്യയോടും അതിലേറെ വൈരാഗ്യത്തോടും കൂടി അമ്പുകൾ എയ്യുവാൻ തുടങ്ങി. ദ്രോണർ നോക്കി നിൽക്കെ തന്നെ ഭീമൻ ധൃതരാഷ്ട്രന്മാരുടെ 9 പുത്രന്മാരെ കൊന്നു വീഴ്ത്തി. ഇത് കണ്ട് പരിഭ്രാന്തരായ മറ്റുള്ളവർ ഓടി രക്ഷപ്പെട്ടു. അപ്പോഴേക്കും സൂര്യൻ അസ്തമിച്ചിരുന്നു. എങ്ങും ഇരുട്ട് വ്യാപിച്ചിരുന്നതിനാൽ അന്യോന്യം കാണുവാൻ തന്നെ കഴിയുമായിരുന്നില്ല. ഘടോത്കചന്റെയും അഭിമന്യുവിന്റെയും അർജുനന്റെയും മറ്റും ആക്രമണം കൊണ്ട് കൗരവപ്പട ആകെ വശം കെട്ടി നിൽക്കുകയായിരുന്നു. കൗരവ സൈന്യത്തിന് വൻതോതിൽ നാശനഷ്ടങ്ങളും സംഭവിച്ചിട്ടുണ്ടായിരുന്നു. ഇനിയും യുദ്ധം തുടരുവാനിടയായാൽ അത് കൗരവർക്ക് കൂടുതൽ ഹാനികരമാകുമെന്ന് ബോധ്യം വന്ന ഭീഷ്മർ അന്നത്തെ യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള കാഹളമോതി. 8ാം ദിവസത്തെ യുദ്ധം അവസാനിപ്പിച്ച് എല്ലാവരും ശിബിരങ്ങളിലേക്ക് മടങ്ങി. പാണ്ഡവ ശിബിരത്തിൽ ആഹ്ലാദ സൂചകമായ വാദ്യാഘോഷങ്ങൾ മുഴങ്ങി. മാഗധന്മാർ വീരഗാഥകൾ പാടി. എല്ലാവരും അത്യന്തം ആനന്ദിച്ചു. കൗരവരുടെ കൈനിലയിൽ പ്രഭാതം മുതൽ പ്രദോഷം വരെ പടവട്ടി ക്ഷീണിച്ച് അവശരായ യോദ്ധാക്കളും നേതാക്കന്മാരും ഗാഠനിദ്രയിലാണ്ടു. 8ാം ദിവസത്തെ യുദ്ധത്തിൽ അവിശ്രമം യുദ്ധം ചെയ്ത ദുര്യോധനനും ക്ഷീണിതനാണ്. അവൻ്റെ ശരീരത്തിൽ മുറിവുകളുമുണ്ട്. അവൻ അശേഷം ഉറക്കം വന്നില്ല. നാമമാത്രമായിട്ടാണ് ആഹാരം കഴിച്ചത്. ഭക്ഷണത്തിന് ശേഷം ദുര്യോധനൻ, കർണൻ, ദുശാസനൻ, ശകുനി എന്നിവരോട് കാര്യാലോചന നടത്തി. ദുര്യോധനൻ പറഞ്ഞു, ഭീഷ്മരാണ് നമ്മുടെ സൈന്യങ്ങളുടെ നേതാവ്. യുദ്ധത്തിലെ എല്ലാ ചുമതലയും അദ്ദേഹം വഹിക്കുന്നു. അദ്ദേഹത്തോടൊപ്പം അജേയരായ ദ്രോണർ, കൃപൻ, അശ്വത്ഥാമാവ്, ശല്യൻ തുടങ്ങിയുള്ള അനവധി വീരന്മാരുമുണ്ട്. എന്നിട്ടും ഇതുവരെ പാണ്ഡവരിൽ ഒരാളെ പോലും കൊല്ലുവാൻ കഴിഞ്ഞില്ല. ഭീഷ്മർ പാണ്ഡവരോട് ഇപ്പോഴും കൂറും വാത്സല്യവും വെച്ചു പുലർത്തുന്നുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചതെന്ന് ഞാൻ സംശയിക്കുന്നു. മറുപടി പറഞ്ഞത് കർണനാണ്. അവൻ പറഞ്ഞു, ദുര്യോധന, ഭീഷ്മൻ എന്നും മനസ്സാലെ പാണ്ഡവപക്ഷപാതിയാണ്. അതിനാൽ മനഃപൂർവ്വം അദ്ദേഹം പാണ്ഡവരെ കൊല്ലുന്നില്ല. അല്ലെങ്കിൽ പടുവൃദ്ധനായ അയാൾക്കതിന് കഴിവില്ലെന്നും വരാം. ഏതായാലും ഇങ്ങനെ പോയാൽ ചുരുങ്ങിയ ദിവസങ്ങൾക്കുള്ളിൽ നമ്മുടെ സൈന്യങ്ങളെല്ലാം നശിക്കും. നാം പാണ്ഡവർക്ക് അടിയറവ് പറയേണ്ടതായി വരും. അതുകൊണ്ട് ഭീഷ്മരെ ആയുധം വെപ്പിച്ച് പോർക്കളത്തിൽ നിന്ന് പതുക്കെ മാറ്റുക. ഞാൻ യുദ്ധത്തിന്റെ നേതൃത്വം വഹിക്കാം. 1 or 2 ദിവസം കൊണ്ട് പാണ്ഡവരെ കൊല്ലുകയും അവരുടെ സൈന്യത്തെ നിശേഷം തുടച്ചു നീക്കുകയും ചെയ്യാം. അതുകൊണ്ട് ഉടൻ തന്നെ ഭീഷ്മരുടെ ശിബിരത്തിൽ പോയി കാര്യം പറയും. ഒന്നുകിൽ നാളത്തെ യുദ്ധത്തിൽ പാണ്ഡവരെ കൊല്ലണം, അല്ലെങ്കിൽ ഭീഷ്മൻ ആയുധമെടുത്ത് പോർക്കളത്തിൽ വരരുത്. ദുശാസനനും ശകുനിയും കർണന്റെ അഭിപ്രായത്തെ ശക്തിയായി പിന്താങ്ങി. കർണന്റെ അഭിപ്രായം ശരിയാണെന്ന് ദുര്യോധനനും തോന്നി. ഉടൻ തന്നെ അംഗരക്ഷകന്മാരുടെ അകമ്പടിയോടെ അവർ 4 പേരും അലങ്കരിച്ച വെള്ളക്കുതിരകളുടെ പുറത്തു കയറി പന്തം തീവെട്ടി തുടങ്ങിയവരുടെ വെളിച്ചത്തിൽ പിതാമഹന്റെ ശിബിരത്തിലേക്ക് യാത്രയായി.
പകൽ മുഴുവൻ കഠിനമായി യുദ്ധം ചെയ്ത് ക്ഷീണിച്ച പിതാമഹൻ ആഹാരം കഴിഞ്ഞ് വിശ്രമിക്കുകയായിരുന്നു. പുറത്ത് കുതിരക്കുടമ്പുകളും അനുചരന്മാരുടെ ആർപ്പുവിളികളും കേട്ടപ്പോൾ ദുര്യോധനന്റെ വരവാണെന്ന് ഭീഷ്മർ ഊഹിച്ചു. ദുര്യോധനാദികൾ അകത്തു പ്രവേശിച്ച് ഭീഷ്മരെ വണങ്ങി. അദ്ദേഹത്തിന്റെ നിർദ്ദേശപ്രകാരം ആസനസ്ഥരായി. ദുര്യോധനന്റെ ആഗമന ഉദ്ദേശത്തെപ്പറ്റി ആരാഞ്ഞ ഭീഷ്മരോട് അവൻ പറഞ്ഞു, അങ്ങയുടെ നേതൃത്വത്തിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ടാണ് ഞങ്ങൾ യുദ്ധം ചെയ്യുവാൻ തയ്യാറായത്. ഇപ്പോൾ 8 ദിവസത്തെ യുദ്ധം കഴിഞ്ഞിരിക്കുന്നു. ഇതുവരെയായി പാണ്ഡവരിൽ ആരെയും കൊല്ലുവാൻ കഴിഞ്ഞിട്ടില്ല. അവർക്ക് കാര്യമായ നാശനഷ്ടങ്ങൾ വരുത്തുന്നതിനും കഴിഞ്ഞിട്ടില്ല. നമുക്കാണെങ്കിൽ ധാരാളം കഷ്ടനഷ്ടങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞു. അതുകൊണ്ട് നാളെ പാണ്ഡവന്മാരെ കൊല്ലണം. അതങ്ങയ്ക്ക് സാധ്യമല്ലെങ്കിൽ കർണൻ ശത്രുക്കളെ മുഴുവൻ കൊല്ലുമെന്ന് ഉറപ്പു പറയുന്നുണ്ട്. ഇത് കേട്ടപ്പോൾ ഭീഷ്മർക്ക് അതിയായ ക്രോധം തോന്നി. അദ്ദേഹത്തിന്റെ പൗരുഷം വിജൃംഭിച്ചു. കണ്ണുകൾ ചുവന്നു, ചുണ്ടുകൾ വിറച്ചു. തനിക്ക് ഏറ്റവും അപമാനകരമായ വാക്കുകൾ പറയുന്നത് കേട്ടപ്പോൾ അദ്ദേഹത്തിന് സഹിക്കുവാൻ കഴിയുന്നില്ല. എന്നാലും ഈ വാക്കുകൾ സഹിച്ച് കോപമടക്കുവാൻ അദ്ദേഹം വളരെ സാഹസപ്പെട്ടു. എങ്കിലും വളരെ പണിപ്പെട്ട് കോപത്തെ അടക്കി ശാന്തനായി അദ്ദേഹം പറഞ്ഞു തുടങ്ങി, ദുര്യോധന, പ്രാണൻ വെടിഞ്ഞാണ് ഞാൻ നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്നത്. എന്നിട്ടും നീ ഇമ്മാതിരി കഠിന വാക്കുകൾ പറയുന്നല്ലോ. പാണ്ഡവരെ കൊല്ലാമെന്ന് ഞാൻ ഏറ്റിട്ടില്ല. അവർ അവധ്യരാണെന്ന് ഞാനും ദ്രോണരും എത്ര പ്രാവശ്യം നിന്നോട് പറഞ്ഞു. അവർ അസാധാരണ വീരന്മാരാണ്. അത് നീ തന്നെ മുമ്പ് അനുഭവിച്ചറിഞ്ഞതല്ലേ. ഖാണ്ഡവ യുദ്ധത്തിൽ പാർത്ഥൻ ദേവേന്ദ്രനെയും ദേവന്മാരെയും തോൽപ്പിച്ചില്ലേ? അർജുനൻ ഒറ്റയ്ക്കല്ലേ നിവാദ കാലകേയന്മാരെ നിഗ്രഹിച്ചത്? ഘോഷയാത്ര വേളയിൽ അവനല്ലേ നിന്നെ ഗന്ധർവന്മാരിൽ നിന്നും രക്ഷിച്ചത്? ഗോഹരണത്തിൽ വിരാടത്തിൽ പോയപ്പോൾ കർണനെ തോൽപ്പിച്ചോടിച്ചത് ആരാണ്? അങ്ങനെ എത്ര അത്ഭുത കൃത്യങ്ങളാണ് അവൻ ചെയ്തിട്ടുള്ളത്. എങ്കിലും ഞാൻ നാളെ പാണ്ഡവ സൈന്യത്തെ ഇതുവരെ എതിർക്കാത്ത വിധത്തിൽ ശക്തിയോടെ എതിർക്കുവാം. നീ നോക്കിക്കൊള്ളൂ. ദുര്യോധനാദികൾ അല്പം സമാധാനത്തോടെ ശിബിരത്തിലേക്ക് മടങ്ങി. എന്നാൽ കർണൻ അതൃപ്തനായിരുന്നു. അങ്ങനെ യുദ്ധത്തിന്റെ 9-ാം ദിവസം പിറന്നു. 9-ാമത്തെ ദിവസവും പുലർന്നു കഴിഞ്ഞപ്പോൾ ഭീഷ്മൻ പാണ്ഡവ സൈന്യത്തെ മുഴുവൻ ഇന്ന് കൊന്നൊടുക്കുമെന്നും ഭീഷ്മന്റെ രക്ഷാഭാരം എല്ലാവരും കൂടി ഏറ്റെടുക്കണമെന്നും ദുര്യോധനൻ സേനാനായകന്മാർക്കെല്ലാരെയും അറിയിക്കുവാൻ തുടങ്ങി. ഭീഷ്മന്റെ സംരക്ഷണ ചുമതല ദുശാസനനെ പ്രത്യേകമായി ഏൽപ്പിക്കുകയും ചെയ്തു. പാണ്ഡവന്മാർ നേരത്തെ തന്നെ പടക്കളത്തിലെത്തി. ദൃഷ്ടദ്യുമ്നനും അർജുനനും കൂടി വ്യൂഹബന്ധനം നടത്തി. അപ്പോഴേക്കും ദ്രോണൻ, കൃപൻ, ശല്യൻ, ശകുനി തുടങ്ങിയവരാൽ ചുറ്റപ്പെട്ട ഭീഷ്മർ കൗരവ സൈന്യത്തോടൊപ്പം യുദ്ധഭൂമിയിൽ വന്നു ചേർന്നു. ഭീഷ്മരുടെ രക്ഷാ സംവിധാനം കണ്ടപ്പോൾ അർജുനന് കാര്യത്തിന്റെ പോക്ക് എങ്ങനെയായിരിക്കുമെന്ന് മനസ്സിലായി. ശിഖണ്ഡിയെ ഭീഷ്മന്റെ മുന്നിൽ തന്നെ നിർത്തണമെന്നും താൻ ശിഖണ്ഡിയെ സംരക്ഷിച്ചു കൊള്ളാമെന്നും അർജുനൻ പറഞ്ഞു. ഭീഷ്മൻ ക്ഷണനേരം കൊണ്ട് വ്യൂഹബന്ധനം നടത്തി. മഹാരഥന്മാരായ നേതാക്കന്മാരെ വ്യൂഹത്തിന്റെ മർമ്മസ്ഥാനങ്ങളിൽ അവിടെവിടെയായി നിർത്തി. അപ്പോൾ പടക്കളത്തിൽ അനേകം ദുർലക്ഷണങ്ങൾ കാണപ്പെട്ടു. അതെല്ലാം തങ്ങളുടെ എതിരാളികളുടെ നാശത്തെയാണ് സൂചിപ്പിക്കുന്നതെന്ന് ഇരുകൂട്ടരും കരുതി സമാധാനിപ്പിച്ചു. എല്ലാം തയ്യാറായി കഴിഞ്ഞതോടെ സേനാനായകന്മാരും സൈന്യങ്ങളും ഉച്ചത്തിൽ അട്ടഹസിക്കുകയും ശംഖുനാദങ്ങൾ മുഴക്കുകയും ചെയ്തു. ഇരു സംഘത്തിലെയും വാദ്യവിഭാഗക്കാർ സമരവാദ്യങ്ങൾ മുഴക്കി. അന്തരീക്ഷം ഭേദിച്ചു. ഭടന്മാർ യുദ്ധക്കലി ബാധിച്ച് ആവേശഭരിതരായി. പല ഭാഗങ്ങളിൽ നിന്നും ചെറുഞാണുള്ളികളും സമരാഘാനങ്ങളും ജയ ജയ ശബ്ദങ്ങളും മുഴങ്ങി. ഏതു നിമിഷവും യുദ്ധം ആരംഭിക്കുമെന്ന നിലയിലായി. തത്സമയം പാണ്ഡവ പക്ഷത്തു നിന്നും മഞ്ഞ നിറത്തിലുള്ള കുതിരകളെ പൂട്ടിയ രഥം സൈന്യങ്ങളുടെ മുന്നിലേക്ക് ഇരച്ചു കയറി വന്നു. അതിലിരുന്ന തേജസ്വിയായ യുവയോദ്ധാവ് കൗരവ സൈന്യങ്ങളുടെ നേർക്ക് ദ്രുതഗതിയിൽ അമ്പുകൾ അയച്ചു തുടങ്ങി. തേരിനെയും തേരാളികളെയും അശ്വാരൂഢരായ ഭടന്മാരെയും ആനകളെയും ആനക്കാരെയും ആ രണശൂരൻ പിളർന്നു വീഴ്ത്തി. അത് അർജുനനാണെന്നാണ് എല്ലാവരും ആദ്യം ധരിച്ചത്. അവൻ്റെ പരാക്രമം അത്രത്തോളം ശക്തിയായിരുന്നു. എന്നാൽ അർജുനപുത്രനായിട്ടുള്ള അഭിമന്യുവായിരുന്നു ഈ യുവസാഹസികൻ. അഭിമന്യു കൗരവ സൈന്യത്തെ കാറ്റാകാശത്തിൽ പഞ്ഞിക്കൂട്ടത്തെ അങ്ങുമിങ്ങും പറത്തുന്നത് പോലെ പറത്തിക്കളഞ്ഞു. കൃപാചാര്യർ, ദ്രോണാചാര്യർ, ദ്രൗണി, ബൃഹത്ബലൻ, സൈന്ധവൻ തുടങ്ങിയവരെയൊക്കെ അവൻ ഭ്രമിപ്പിച്ചു. അവനോട് എതിർക്കുവാൻ ആരും ധൈര്യപ്പെട്ടിരുന്നില്ല. കൗരവ സൈന്യത്തെ ഓടിച്ച ശേഷം സൗഭദ്രൻ അഗ്നി പോലെ ജ്വലിച്ചു. ഇത് കണ്ട് പരിഭ്രമിച്ച ദുര്യോധനൻ കൗരവ സൈന്യങ്ങളുടെ പിന്നിൽ നിന്നിരുന്ന അലംബുഷൻ എന്ന രാക്ഷസനെ സമീപിച്ച് സൗഭദ്രനോട് ഏറ്റുമുട്ടുന്നതിന് അപേക്ഷിച്ചു. രാക്ഷസൻ ആരോടും ഏറ്റുമുട്ടുവാൻ തയ്യാറായിരുന്നു. അവൻ മേഘഗർജനം പോലെ അത്യുഗ്രമായി അലറിക്കൊണ്ട് അഭിമന്യുവിന്റെ മുന്നിലേക്ക് കുതിച്ചു. അവന്റെ അട്ടഹാസവും കോപത്തോടെയുള്ള വരവും കണ്ടപ്പോൾ പാണ്ഡവപ്പട കാറ്റേറ്റ കടൽ പോലെ ഒന്നിളകി. രാക്ഷസനും സൗഭദ്രനും കൂടി നടത്തിയ യുദ്ധം രോമാഞ്ചകഞ്ചുകമായിരുന്നു. ഇരുവരും ശസ്ത്രപ്രയോഗത്തിൽ അതിവിദഗ്ധന്മാരാണ്.
രാക്ഷസനാണെങ്കിൽ മായാവി. പല വിധത്തിലുള്ള മായാപ്രയോഗങ്ങളും അവൻ നടത്തി. എന്നാൽ അഭിമന്യു തീക്ഷ്ണമായ തൻ്റെ ശരങ്ങൾ കൊണ്ട് തന്നെ അതിനെയെല്ലാം നേരിട്ടു. രാക്ഷസൻ അവസാനമായി ശത്രുക്കളെ ഭയപ്പെടുത്തുന്ന ഒരു വലിയ മായാപ്രയോഗം നടത്തി. ആർക്കും ശത്രുവിനെയോ മിത്രത്തെയോ തിരിച്ചറിയുവാൻ കഴിയാത്ത വിധം പോർക്കളമെല്ലാം ഇരുട്ടുപരത്തി. ഘോരമായ ഇരുട്ട് കണ്ടപ്പോൾ അഭിമന്യു ദിവ്യമായ ഭാസ്കരാസ്ത്രം പ്രയോഗിച്ചു. ഇരുട്ട് നിശേഷം നീങ്ങി. എല്ലായിടത്തും പ്രകാശം പരന്നു. സൗഭദ്രൻ ക്രുദ്ധനായി ശരം കൊണ്ട് രാക്ഷസനെ മൂടി. അവൻ ഗതിയില്ലാതെ അവിടെ നിന്നോടി. അവനോടൊപ്പം കൗരവപ്പടയും തിരിഞ്ഞോടുവാൻ തുടങ്ങി. അലംബുഷനും സൈന്യങ്ങളും തിരിഞ്ഞോടുന്നത് കണ്ടപ്പോൾ ഭീഷ്മർ തന്നെ അഭിമന്യുവിനെ എതിർക്കുവാൻ തയ്യാറായി വന്നു. ഭീഷ്മരോടൊപ്പം ദ്രോണൻ, കൃപൻ, അശ്വത്ഥാമാവ്, ശല്യൻ തുടങ്ങിയ അനവധി മഹാരഥന്മാരും ഉണ്ടായിരുന്നു. അഭിമന്യു യാതൊരു കൂസലും കൂടാതെ ഭീഷ്മാദികളോട് പോരാടി. അഭിമന്യുവിൻ്റെ അജേയമായ പരാക്രമത്തെ ശത്രുക്കൾ പോലും പുകഴ്ത്തി. ഇതിനിടയിൽ അർജുനൻ ഉൾപ്പെടെ പാണ്ഡവ പക്ഷത്തുള്ള പ്രമാണികളെല്ലാം അഭിമന്യുവിനെ സഹായിക്കുവാൻ എത്തിക്കഴിഞ്ഞിരുന്നു. അനേകം മഹാരഥന്മാർ രണ്ടു പക്ഷത്തും ഒന്നിച്ചുകൂടി. വാശിയോട് ചെയ്ത യുദ്ധം എത്രമാത്രം ഭീകരമായിരിക്കുന്നുവെന്ന് വർണ്ണിക്കുവാൻ വിഷമയമായിരുന്നു. അസാധാരണവും അത്ഭുതകരവുമായ അവരുടെ യുദ്ധത്തെ ദേവന്മാർ പോലും വാഴ്ത്തുവാനിടയായി. രണ്ട് സംഘത്തിലും പല പ്രകാരത്തിലുള്ള നഷ്ടങ്ങളുണ്ടായി. എങ്കിലും കൂടുതൽ നഷ്ടം സംഭവിച്ചത് കൗരവർക്കായിരുന്നു. ത്രിഗർത്ഥ രാജാവായ സുശർമ്മനെ അർജുനൻ നിശേഷം പരാജിതനാക്കി. അവന്റെ സൈന്യത്തിന്റെ ഭൂരിഭാഗവും അർജുനന്റെ അമ്പുകളേറ്റ് ചത്തൊടുങ്ങി. അർജുനനെ ലക്ഷ്യമാക്കി കൗരവർ ഭീഷ്മരുടെ നേതൃത്വത്തിൽ ശക്തമായ ഒരു ആക്രമണം തുടങ്ങി. ഭീഷ്മനെ ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കുവാനായി സാത്വികി ഭീഷ്മരോട് ഏറ്റുമുട്ടി. പ്രഭാവശാലികളായ അവർ രണ്ടുപേരും തമ്മിൽ അതിഭയങ്കരമായ യുദ്ധം ആരംഭിച്ചെങ്കിലും പല ദിവ്യാസ്ത്രങ്ങളും ഇരുവരും പ്രയോഗിച്ചെങ്കിലും ആർക്കും ആരെയും വെല്ലുവാൻ കഴിഞ്ഞില്ല. ഈ സമയത്ത് യുധിഷ്ഠിരനും നകുല സഹദേവന്മാരും കൂടി ശല്യനോട് യുദ്ധം ചെയ്യുകയായിരുന്നു. ശല്യനെ അവർ നിശേഷം പരാജയപ്പെടുത്തി. ശല്യൻ പിന്നണിയിലേക്ക് പോയിരുന്നില്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ജീവഹാനി സംഭവിക്കുമായിരുന്നു. മധ്യാഹ്നം കഴിഞ്ഞു. ഭയങ്കരമായ സംഘടനകൾ പലയിടത്തും നടന്നു. അതിൽ ദ്വന്ദ്വയുദ്ധങ്ങളും സങ്കുല യുദ്ധങ്ങളും ഉണ്ടായിരുന്നു. കൗരവപക്ഷത്തുള്ള എല്ലാ വീരശൂരന്മാരും പങ്കെടുക്കുകയുണ്ടായി. എങ്കിലും അവർക്കും കാര്യമായ നേട്ടമൊന്നും ഉണ്ടാക്കുവാൻ കഴിഞ്ഞില്ല. നേരെ മറിച്ച് നികത്തുവാൻ കഴിയാത്ത വമ്പിച്ച നാശനഷ്ടങ്ങളാണ് ഉണ്ടായത്. അവമാനങ്ങളുമാണ് ഉണ്ടായത്. ഇനിയും ഈ നില തുടർന്നാൽ കൗരവരിൽ ഒരാളും ശേഷിക്കുകയില്ല. തന്നെയുമല്ല, ഇന്ന് പാണ്ഡവ സൈന്യങ്ങളെ കൊന്നൊടുക്കാമെന്ന് ദുര്യോധനന് വാക്ക് കൊടുത്തിട്ടുമുണ്ട്. അതിനാൽ തൻ്റെ വീര്യം മുഴുവൻ ഇന്ന് പ്രകടിപ്പിക്കുവാൻ സമയമായി എന്ന് ഭീഷ്മർ ഉറപ്പിച്ചു. ഇപ്രകാരം ചിന്തിച്ചുകൊണ്ട് പിന്നണിയിൽ വിശ്രമിച്ചിരുന്ന ഭീഷ്മർ മുന്നണിയിലേക്ക് വന്നു. അദ്ദേഹത്തിൻ്റെ മുഖത്ത് ദൃഢനിശ്ചയം പ്രത്യക്ഷമായി. അത് ശരിക്കും കാണാമായിരുന്നു. മുഖാമുഖം ചുവന്നിരുന്നു. കണ്ണുകൾ തീക്ഷ്ണവും ഭയജനകവുമായിരുന്നു. ക്രോധാവേശം കൊണ്ട് അദ്ദേഹത്തിൻ്റെ ശരീരം വിറച്ചു. അദ്ദേഹം ഉച്ചത്തിൽ അട്ടഹസിച്ചു. അത് കേട്ട് പോർക്കളമൊട്ടാകെ നടുങ്ങി. ഭീഷ്മർ പാണ്ഡവരോട് ഏറ്റുമുട്ടി. അദ്ദേഹം കാണിച്ച യുദ്ധവൈദഗ്ധ്യം വർണ്ണനാതീതമായിരുന്നു. ഘോരമാരി ചൊരിയുന്നത് പോലെ അദ്ദേഹം ശരവർഷവും ആരംഭിച്ചു. പോർക്കളത്തിൽ എവിടെയൊക്കെ ശത്രുക്കളുണ്ടോ അവിടെയൊക്കെ അദ്ദേഹത്തിൻ്റെ ശരങ്ങളെത്തി. കൂട്ടം കൂട്ടമായി പാണ്ഡവ സൈന്യം ചത്തു വീഴുവാൻ തുടങ്ങി. നേതാക്കന്മാർ പോലും ഭയപ്പെട്ടു വിറച്ചു. അവർ പിന്മാറുവാൻ തുടങ്ങി. ആനകളും കുതിരകളും കണക്കില്ലാതെ ചത്തു വീണു. തേരെല്ലാം ഛിന്ന ഭിന്നമാക്കി. വില്ലെടുത്തവരുടെ വില്ലെല്ലാം മുറിച്ചു. പാണ്ഡവ സൈന്യത്തിന്റെ ഒരു മഹാസംഹാരം തന്നെയാണ് ഭീഷ്മർ നടത്തിയത്. ക്ഷണനേരം കൊണ്ട് അവിടെ ഉണ്ടായിരുന്നവരിൽ പകുതിയോളം സൈന്യങ്ങൾ നശിച്ചു. ക്ഷേഷിച്ചവർ ചിന്നിച്ചിതറി ഓടി. കൗരവർ ആഹ്ലാദിച്ചു. അവർ ആർപ്പുവിളികളും പെരുമ്പറകളും മുഴക്കി അന്തരീക്ഷത്തെ പ്രക്ഷുബ്ധമാക്കി. ഈ സമയത്ത് ഭീമാർജുനന്മാർ യുദ്ധഭൂമിയുടെ മറ്റൊരു ഭാഗത്തായിരുന്നു. പിതാമഹൻ നേരത്തെ പിന്നണിയിലേക്ക് വിശ്രമത്തിനായി പോയപ്പോൾ അവർ വേറെ രംഗം തന്നെ നോക്കി പോയതാണ്. മുന്നണിയിൽ നടക്കുന്ന ഗൗരവമായ കാര്യങ്ങൾ മനസ്സിലാക്കി അവർ ഓടിയെത്തി. ഭീഷ്മർ അന്ധകനെ പോലെ സംഹാര താണ്ഡവം ആരംഭിച്ചുകൊണ്ടേയിരുന്നു. അപ്പോഴത്തെ വിഷമം പിടിച്ച സ്ഥിതിഗതികളെ വിലയിരുത്തിയ പാർത്ഥസാരഥി അർജുനനോട് പറഞ്ഞു, അർജുന, ഭീഷ്മരോട് ശക്തിയായി എതിരിടേണ്ട സമയമാണിത്. നിന്റെ പൗരുഷം ശരിക്കും കാണിച്ചാലും. കൃഷ്ണൻ തേരോടിച്ച് ഭീഷ്മരഥത്തിന്റെ മുന്നിലെത്തി. പാണ്ഡവപക്ഷത്തു നിന്ന് ഭീമൻ, യുധിഷ്ഠിരൻ, നകുല സഹദേവന്മാർ, അഭിമന്യു, പാഞ്ചാലിപുത്രന്മാർ തുടങ്ങിയവരൊക്കെ ഭീഷ്മനെ എതിർക്കുന്നുണ്ട്. എന്നാൽ അതൊന്നും ഭീഷ്മന്റെ വൈഭവത്തെ കുറയ്ക്കുവാനുണ്ടായിരുന്നില്ല. അർജുനൻ ഭീഷ്മന്റെ വില്ല് മുറിച്ചു. ഞൊടിയിടയിൽ അദ്ദേഹത്തെ മറ്റൊരു വില്ലെടുത്ത് അർജുനന്റെയും ഭഗവാന്റെയും ചുറ്റും അമ്പിന്റെ കടുത്തൊരു വലയം തന്നെ സൃഷ്ടിച്ചു.
അർജുനന്റെ ആക്രമണം അല്പം പോലും ഭീഷ്മൻ ഏശിയിരുന്നില്ലെന്ന് കണ്ടപ്പോൾ സാധാരണ നിലയ്ക്ക് വിപരീതമായി അർജുനൻ ദുർബലനാവുകയാണ് ചെയ്തത്. എന്നാൽ ഭീഷ്മരുടെ ശക്തി വർദ്ധിച്ചു വരികയും ചെയ്തു. ഏതാനും അസ്ത്രങ്ങൾ കൃഷ്ണന്റെ ശരീരത്തിലും കൊണ്ടു. അർജുനൻ വേണ്ടിടത്തോളം ശ്രദ്ധ യുദ്ധത്തിൽ കാണിക്കുന്നില്ലെന്ന് കൃഷ്ണന് തോന്നി. കോപാവേശം കൊണ്ട് അദ്ദേഹത്തിന്റെ മുഖം തടുത്തു. അധരം വിറയ്ക്കുവാൻ തുടങ്ങി. ശ്വാസഗതിക്ക് വേഗത കൂടി. അദ്ദേഹം ചമ്മട്ടിയുമായി രഥത്തിൽ നിന്ന് ചാടിയിറങ്ങി ഭീഷ്മരുടെ അടുത്തേക്ക് നീങ്ങി. ഗാംഗേയൻ തന്റെ സംഹാരം തുടർന്നുകൊണ്ടേയിരുന്നു. ഭഗവാൻ തന്റെ മുന്നിലെത്തിയപ്പോൾ അദ്ദേഹം വില്ല് താഴ്ത്തി തലകുനിച്ച് കുമ്പിട്ടുകൊണ്ട് പറഞ്ഞു, ഭഗവാനെ, എന്നെ കൊന്നുകൊള്ളൂ. അങ്ങയുടെ കൈകൾ കൊണ്ട് ഈ മരണം സംഭവിക്കുവാൻ ഇടയായാൽ ഞാൻ പരമഭാഗ്യവാനാണ്. ഏത് ലോകത്ത് പോയാലും എനിക്ക് ശ്രേയസ് ഉണ്ടാവും. ഭഗവാൻ തേരിൽ നിന്നിറങ്ങി ഭീഷ്മരുടെ അടുത്തേക്ക് നീങ്ങിയപ്പോൾ അർജുനൻ അമ്പരന്നുപോയി. അവൻ തേരിൽ നിന്ന് താഴേക്ക് ചാടി കൃഷ്ണന്റെ പിന്നാലെ കുതിച്ചു. അപ്പോഴേക്കും ഭീഷ്മരുടെ മുന്നിലെത്തിയ കണ്ണന്റെ കൈകളിൽ കടന്നു പിടിച്ചുകൊണ്ട് അർജുനൻ പറഞ്ഞു, കൃഷ്ണ, അങ്ങ് യുദ്ധം ചെയ്യുകയില്ലെന്ന് പ്രതിജ്ഞ ചെയ്തിട്ടുണ്ട്. ആ പ്രതിജ്ഞ ലംഘിക്കരുത്. ഭീഷ്മ പിതാമഹനെ ഞാൻ തന്നെ വധിച്ചുകൊള്ളാം. ശത്രുക്കളെ മുഴുവൻ സംഹരിച്ചു കൊള്ളാം. അങ്ങ് ശോഭിക്കാതെ ശാന്തനായാലും. കൃഷ്ണൻ ഒന്നും മിണ്ടാതെ അല്പം നേരം കൂടി അവിടെ നിന്നിട്ട് പാർത്ഥനെ അനുഗമിച്ച് വീണ്ടും തേരിൽ കയറി പാർത്ഥസാരഥിയായി. വീണ്ടും യുദ്ധം ആരംഭിച്ചു. പ്രത്യേകമായി ഒന്നും ചെയ്തില്ലെങ്കിലും ഭഗവാന്റെ പ്രവൃത്തി കൗരവരുടെ മനസ്സിൽ ഭയമുളവാക്കി. അതവരെ ദുർബലരാക്കുകയും ചെയ്തു. ഭീഷ്മരും അർജുനനും കൂടി വീണ്ടും യുദ്ധം തുടർന്നെങ്കിലും അതിന് തീക്ഷ്ണതയില്ലായിരുന്നു. മന്ദഗതിയിലാണ് ഇരുവരും പോരാടി നടത്തിയത്. സൂര്യാസ്തമയം അടുത്തിരുന്നു. എങ്ങനെയെങ്കിലും അന്നത്തെ യുദ്ധം നിർത്തണമെന്നുള്ള ആഗ്രഹമാണ് ഇരുകൂട്ടർക്കും ഉണ്ടായത്. അല്പസമയത്തിനുള്ളിൽ ആദിത്യൻ പഞ്ചിമാംബുധിയിൽ മുങ്ങി. ഇരുട്ട് വ്യാപിക്കുവാൻ തുടങ്ങി. ഇരു വിവാഹക്കാരും യുദ്ധം അവസാനിപ്പിച്ച് അവരുടെ കൈനിലകളിലേക്ക് മടങ്ങിപ്പോവുകയും ചെയ്തു. 9-ാം ദിവസത്തെ യുദ്ധം മൊത്തത്തിൽ കൗരവർക്ക് അനുകൂലമായിരുന്നു. അവരെക്കാൾ കൂടുതൽ നഷ്ടം പാണ്ഡവർക്കാണുണ്ടായത്. ഭീഷ്മർ പാണ്ഡവ സൈന്യത്തിലുണ്ടാക്കിയ നാശനഷ്ടങ്ങൾ ദുര്യോധനന് സമാധാനം നൽകി. പിതാമഹനെപ്പറ്റി ഉണ്ടായ ശങ്ക തൽക്കാലത്തേക്കില്ലാതെയായി. ഇക്കണക്കിന് അടുത്ത ദിവസം ഭീഷ്മർ പാണ്ഡവരെ മുഴുവൻ ഉന്മൂലന നാശം ചെയ്യുമെന്ന് ദുര്യോധനൻ വിശ്വസിച്ചു. അവൻ സന്തോഷത്തോടെ ശിബിരത്തിലേക്ക് കുളിയും കഴിഞ്ഞ് ആഹാരവും കഴിഞ്ഞ് നേരത്തെ ഉറങ്ങുവാൻ കിടന്നു. പാണ്ഡവരുടെ കാര്യം അങ്ങനെയായിരുന്നില്ല. അവർ കുണ്ഠിതത്തോടെ ശിബിരത്തിലേക്ക് മടങ്ങിയത്. അവർക്ക് ഉന്മേഷമോ ഉത്സാഹമോ ഉണ്ടായിരുന്നില്ല. ഭീഷ്മരുടെ വീരപരാക്രമങ്ങളെപ്പറ്റി അനുസ്മരിച്ചപ്പോൾ അവർ ഭയപ്പെട്ടു. ഭീഷ്മൻ ഉള്ളിടത്തോളം കാലം തങ്ങൾക്ക് കൗരവരെ ജയിക്കുവാൻ സാധ്യമല്ലെന്ന് അവർക്ക് മനസ്സിലായി. അവർ ആത്മാർത്ഥമായി അത് വിശ്വസിക്കുകയും ചെയ്തു. ഇക്കാര്യം തങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന കൃഷ്ണനോട് തുറന്നു പറഞ്ഞു. യുധിഷ്ഠിരൻ തുടർന്നു, ഭഗവാനെ, ഭീഷ്മനെ കൊല്ലുവാൻ ആർക്കും കഴിവില്ല. അദ്ദേഹത്തെ കൊല്ലാതെ ജയവും സാധ്യമല്ല. ജയിക്കാതെ രാജ്യവും കിട്ടുകയുമില്ല. ജീവിതം വിലപ്പെട്ടതാണ്. അതിനെ നശിപ്പിച്ചിട്ടൊന്നും സാധിക്കാനില്ല. അതുകൊണ്ട് കാട്ടിലേക്ക് തന്നെ പോകുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. കാട്ടിലായാലും ധർമ്മം ആചരിക്കാം. ആകയാൽ യുദ്ധം നിർത്തുന്നതല്ലേ നല്ലത്. എന്താണ് അവിടുത്തെ അഭിപ്രായം? കൃഷ്ണൻ യുധിഷ്ഠിരനെ ആശ്വസിപ്പിച്ചുകൊണ്ട് പറഞ്ഞു, യുധിഷ്ഠിര, അങ്ങ് നിരാശപ്പെടാതിരിക്കൂ. അങ്ങയുടെ സഹോദരന്മാരെല്ലാം അതിന് കഴിവുള്ളവരാണ്. അവർ ദേവന്മാർക്ക് പോലും അജയ്യരാണ്. അർജുനൻ വിചാരിച്ചാൽ ഭീഷ്മരെ കൊല്ലുവാൻ സാധിക്കും. അവൻ അതിനുരുമ്പിടുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി ഞാൻ യുദ്ധം ചെയ്ത് ഭീഷ്മനെ കൊല്ലാം. പാണ്ഡവന്മാർക്ക് വേണ്ടി എന്തും ചെയ്യുവാനും ഞാൻ സന്നദ്ധനാണ്. എൻ്റെ സഖാവായ അർജുനനും ഞാനും രണ്ടല്ല. ആ സ്ഥിതിക്ക് ഭീഷ്മവധം അസാധ്യമായ കാര്യമൊന്നുമല്ല. അങ്ങ് ധൈര്യമായിരുന്നാൽ മാത്രം മതി. കൃഷ്ണന്റെ വാക്കുകൾ യുധിഷ്ഠിരന് സമാധാനം പകരുന്നതായിരുന്നു. അദ്ദേഹം പറഞ്ഞു, കൃഷ്ണ, അങ്ങ് പ്രതിജ്ഞാലയം നടത്തരുത്. നേരിട്ട് യുദ്ധം ചെയ്യാതെ വേണ്ട സഹായം ഞങ്ങൾക്ക് ചെയ്തു തന്നാൽ മതി. യുദ്ധം ആരംഭിക്കുന്നതിന് മുൻപ് പിതാമഹന്റെ അനുഗ്രഹാശിസുകൾക്കായി ഞങ്ങൾ അദ്ദേഹത്തെ കണ്ടപ്പോൾ, ഞാൻ ദുര്യോധനു വേണ്ടി പോരാടും, യുദ്ധമല്ലാതെ മറ്റെന്ത് കാര്യവും നിനക്ക് വേണ്ടി ചെയ്യുവാൻ തയ്യാറാണ് എന്ന് പിതാമഹൻ എനിക്ക് ഉറപ്പ് തന്നിട്ടുണ്ട്. അദ്ദേഹം ആ ഉറപ്പ് നിശ്ചയമായും പാലിക്കും. എനിക്ക് രാജ്യം ലഭിക്കുന്നതിൽ അദ്ദേഹത്തിന് സന്തോഷമേ ഉണ്ടായിരിക്കുകയുള്ളൂ. അതുകൊണ്ട് നമുക്ക് അദ്ദേഹത്തെ പോയി കാണാം. അദ്ദേഹത്തെ എങ്ങനെയാണ് ജയിക്കേണ്ടതെന്ന് അദ്ദേഹത്തോട് തന്നെ ചോദിക്കാം. തീർച്ചയായും അതിനുള്ള വഴി അദ്ദേഹം പറഞ്ഞു തരാതിരിക്കുകയില്ല. അദ്ദേഹത്തെ കൊന്നെങ്കിൽ മാത്രമേ ജയം സാധ്യമാവുള്ളെങ്കിൽ അതപ്രകാരം തന്നെ സാധിക്കേണ്ടതെന്ന് അദ്ദേഹത്തോട് തന്നെ ചോദിക്കാം. എന്നോടുള്ള സ്നേഹവാത്സല്യവും എനിക്ക് നൽകിയിട്ടുള്ള ഉറപ്പും കണക്കിലെടുക്കുമ്പോൾ അദ്ദേഹം നമുക്ക് വേണ്ട ഉപദേശം നൽകുമെന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവുമില്ല. അച്ഛനില്ലാതെ ഈ ഞങ്ങളെ വളർത്തിയ പിതാവാണ് ആ മഹാത്മാവ്. എന്നിട്ടും അദ്ദേഹത്തെ കൊല്ലുവാൻ അദ്ദേഹത്തിന്റെ സഹായം തന്നെ തേടുവാൻ ഞങ്ങൾ ആലോചിക്കുന്നു. ഹോ, എന്തൊരു കഷ്ടം. യുധിഷ്ഠിരൻ വിഷാദത്തോടെ തലയ്ക്ക് കൈയും കൊടുത്ത് നിലത്തേക്ക് നോക്കിയിരുന്നു. എല്ലാവരും ഏതാനും നിമിഷം നിശബ്ദരായി.
ആർക്കും ഒന്നും പറയുവാൻ കഴിഞ്ഞില്ല. സാത്വികിയാണ് മൗനം ഭഞ്ജിച്ചത്. അദ്ദേഹം പറഞ്ഞു, രാജാവേ, അങ്ങ് പറഞ്ഞത് എനിക്കിഷ്ടപ്പെട്ടു. ദേവവ്രതനായ ഭീഷ്മർ ദക്ഷനാണ്. നോട്ടം കൊണ്ടുപോലും നമ്മെ ദഹിപ്പിച്ചു കളയും. അതുകൊണ്ട് നമുക്ക് അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് പോകാം. ഗംഗാസുതനോട് തന്നെ അദ്ദേഹത്തിൻ്റെ വധത്തിനുള്ള വഴി എന്തെന്ന് ചോദിച്ചറിയാം. അങ്ങ് ചോദിച്ചാൽ തീർച്ചയായും അദ്ദേഹം സത്യം പറയും. എല്ലാവരും കൂടി ഭീഷ്മസന്നിധിയിലേക്ക് പോകുവാൻ തീരുമാനിച്ചു. ഭീഷ്മൻ പോർക്കളത്തിൽ നിന്ന് വന്ന് ആഹാരം കഴിച്ച ശേഷം വിശ്രമിക്കുകയായിരുന്നു. മറ്റു കൗരവ സംഘമെല്ലാം നിദ്രയിലാണ്ട് കഴിഞ്ഞു. ഭഗവാനും യുധിഷ്ഠിരനും മറ്റുള്ളവരും നിരായുധരായി ശത്രുമധ്യത്തിലുള്ള ഭീഷ്മരുടെ ശിബിരത്തിലേക്ക് യാത്ര തിരിച്ചു. പിതാമഹന്റെ മുന്നിൽ ചെന്ന് അദ്ദേഹത്തെ വണങ്ങി. ഗാംഗേയൻ ഇരിപ്പിടത്തിൽ നിന്ന് എഴുന്നേറ്റ് ഭഗവാനെ പ്രണമിച്ചു. പാണ്ഡവന്മാരെ കണ്ടപ്പോൾ തന്നെ അവരോടുള്ള സ്നേഹം കൊണ്ട് അദ്ദേഹത്തിൻ്റെ ഹൃദയം നിർഭാരമായി. അദ്ദേഹം വാത്സല്യത്തോട് ചോദിച്ചു, എന്താണ് ഈ അസമയത്ത് എല്ലാവരും കൂടി വരുവാൻ കാരണം? ഞാൻ എന്താണ് നിങ്ങൾക്ക് വേണ്ടി ചെയ്യേണ്ടത്? എന്താണെങ്കിലും മടിക്കാതെ പറഞ്ഞുകൊള്ളൂ. അസാധ്യമാണെങ്കിലും ഞാനത് സാധിക്കാം. ഭീഷ്മന്റെ സ്നേഹപൂർണമായ വാക്കുകൾ കേട്ടപ്പോൾ തന്നെ യുധിഷ്ഠിരന്റെ മനം കുളിർത്തു. പിതാമഹനോട് ഏത് കാര്യവും പറയാമെന്നുള്ള ധൈര്യവും ഉണ്ടായി. അദ്ദേഹം പറഞ്ഞു, പിതാമഹനെ, ഞങ്ങൾ യുദ്ധത്തിൽ ജയിക്കണമെന്നും രാജ്യം ഭരിക്കുമെന്നും അങ്ങ് പ്രവചിച്ചിട്ടുണ്ട്. എന്നാൽ അതെങ്ങനെ സംഭവിക്കും? അങ്ങ് ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ഞങ്ങൾക്ക് കൗരവരെ ജയിക്കുവാൻ സാധ്യമല്ല. ഈ നിലയ്ക്ക് ഞങ്ങൾ ഇനി എന്താണ് ചെയ്യേണ്ടത്? അവിടുന്ന് ഞങ്ങൾക്ക് ശരിയായ മാർഗം ഉപദേശിച്ചു തന്നാലും. ഭീഷ്മർ അല്പം ആലോചിച്ചതിന് ശേഷം പറഞ്ഞു, യുധിഷ്ഠിരാ, നീ പറഞ്ഞത് ശരിയാണ്. ഞാൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം നിങ്ങൾക്ക് കൗരവരെ ജയിക്കുവാൻ സാധ്യമല്ല. അതുകൊണ്ട് നിങ്ങൾ എന്നെ വധിച്ചുകൊള്ളുക. പക്ഷേ ഞാൻ ആയുധമേന്തി നിൽക്കുമ്പോൾ എന്നെ കൊല്ലുവാൻ സാധ്യമല്ല. ഞാൻ ആയുധം വെക്കുന്ന സമയത്ത് എന്നെ കൊന്നുകൊള്ളുക. യുധിഷ്ഠിരൻ ജിജ്ഞാസയോടെ ചോദിച്ചു, പോർക്കളത്തിൽ അങ്ങ് വരുന്നത് ആയുധം ധരിച്ചുകൊണ്ടല്ലോ. ആ നിലയ്ക്ക് എങ്ങനെ അങ്ങ് ആയുധം വെക്കുന്ന സമയത്ത് കൊല്ലാമെന്ന് പറയുന്നത്? ഭീഷ്മർ പ്രതിവചിച്ചു, അത് ശരിയാണ്. എന്നാൽ എനിക്ക് ചില നിഷ്ഠകളുണ്ട്. ഞാൻ സ്ത്രീകളോട് യുദ്ധം ചെയ്യില്ല. അവർ മുന്നിൽ വന്നാൽ ഞാൻ ആയുധം വെക്കും. ശിഖണ്ഡി മുമ്പ് സ്ത്രീയായിരുന്നുവെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. ഞാൻ ശിഖണ്ഡിയോട് യുദ്ധം ചെയ്യുകയില്ല. അവൻ എന്നോട് എതിർത്താൽ ഞാൻ ആയുധം വെക്കും. അതുകൊണ്ട് അവനെ മുൻനിർത്തി അർജുനൻ എന്നോട് പോരാടട്ടെ. ഞാൻ ആയുധം വെക്കുന്ന തക്കം നോക്കി എന്നെ കൊല്ലാം. അപ്രകാരമല്ലാതെ മറ്റു വിധത്തിൽ നിങ്ങൾക്ക് എന്നെ കൊല്ലുവാൻ കഴിയില്ല. അത് ഉറപ്പാണ്. എൻ്റെ കഥ കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് നിഷ്പ്രയാസം കൗരവരെ ജയിക്കാം. രാജ്യഭാരം നടത്തുകയും ചെയ്യാം. ഭീഷ്മർ സന്തോഷത്തോടെ പാണ്ഡവരെ യാത്ര അയച്ചു. സ്വച്ഛന്ത മൃത്യാവായ അദ്ദേഹം ഈ ലോകത്തോട് വിട പറയുവാൻ തീർച്ചയായി. പാണ്ഡവർ സമാധാനത്തോടെയാണ് ഭീഷ്മസന്നിധിയിൽ നിന്ന് മടങ്ങിയതെങ്കിലും അവർക്ക് ആഹ്ലാദമോ ഉന്മേഷമോ ഉണ്ടായിരുന്നില്ല. ഭീഷ്മനെ കൊല്ലുന്ന കാര്യം ആലോചിക്കും തോറും പാണ്ഡവരുടെ മനസ്സ് അസ്വസ്ഥമായി. അച്ഛനായ പാണ്ഡുവിന്റെ മരണശേഷം പിഞ്ചു ബാലന്മാരായി അനാഥ ബാലന്മാരെ പോലെ ഹസ്തിനാപുരിയിലെത്തിയ കാര്യം അവരുടെ സ്മരണമണ്ഡലത്തിൽ തെളിഞ്ഞു വന്നു. അന്ന് ദുര്യോധനാദികളുടെ മുന്നിൽ രണ്ടാം തരക്കായി കരുതപ്പെട്ടിരുന്ന തങ്ങളെ ഒരച്ഛന്റെ സ്നേഹവായ്പോടെ തലോലിച്ച് സംരക്ഷിച്ചത് ഭീഷ്മരാണ്. അദ്ദേഹത്തിന്റെ മടിയിൽ കിടന്നാണ് ഞങ്ങൾ വളർന്നത്. അദ്ദേഹത്തിന്റെ ശിക്ഷണത്തിലാണ് ഞങ്ങൾ കഴിവുറ്റവരായത്. തങ്ങളുടെ എല്ലാ ശ്രേയസ്സുകൾക്കും ഹേതഭൂതൻ അദ്ദേഹമാണ്. കൗരവർക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്നുവെങ്കിലും അദ്ദേഹത്തിന്റെ ഹൃദയം തങ്ങളോടൊപ്പമാണ്. തങ്ങൾ ജയിക്കണമെന്നാണ് അദ്ദേഹം ആഗ്രഹിക്കുന്നത്. അതിലേക്ക് അദ്ദേഹം ജീവൻ വെടിയുവാനും തയ്യാറായിരിക്കുന്നു. അങ്ങനെയുള്ള ഭീഷ്മരെ കൊല്ലുന്ന കാര്യമാണ് ഇന്ന് ഞങ്ങൾ ആലോചിക്കുന്നത് ഓർത്തപ്പോൾ പാണ്ഡവരുടെ മനസ്സ് പാപത്തിന്റെ തീച്ചൂളയിൽ എരിയുന്നതായി അവർക്ക് അനുഭവപ്പെട്ടു. ഭീഷ്മനെ വധിക്കുവാനുള്ള ചുമതല തനിക്കാണല്ലോ എന്നോർത്ത് അർജുനനാണ് ഏറ്റവും ദുഃഖിതനായത്. 10,000-കണക്കിന് യോദ്ധാക്കളെയും എണ്ണമറ്റ രാജാക്കന്മാരെയും ഗന്ധർവന്മാരെയും അസുരന്മാരെയും നിഷ്പ്രയാസം കൊന്നൊടുക്കിയിട്ടുള്ള അർജുനൻ ഭീഷ്മവധത്തെപ്പറ്റി ചിന്തിച്ചപ്പോൾ ലജ്ജിതനായി. അവൻ പറഞ്ഞു, മാധവ, കുരുവൃദ്ധൻ കാരണവനാണ്, ഗുരുവാണ്, കൃതപ്രജ്ഞനാണ്, ബുദ്ധിമാനാണ്. ഞാൻ എങ്ങനെ അദ്ദേഹത്തെ വധിക്കും? കുട്ടിക്കാലത്ത് ഒരു ദിവസം അദ്ദേഹത്തെ പൂഴിൽ കുളിച്ച ദേഹത്തോടെ അദ്ദേഹത്തിന്റെ മടിയിൽ കയറിക്കിടന്ന് അദ്ദേഹത്തെ ശുണ്ഠി പിടിപ്പിച്ച രംഗം ഞാൻ ഇപ്പോഴും ഓർക്കുന്നു. മറ്റൊരിക്കൽ അദ്ദേഹത്തിന്റെ മടിയിൽ കയറിയിരുന്ന അദ്ദേഹത്തെ ഞാൻ അച്ഛ എന്ന് വിളിച്ചപ്പോൾ ചിരിച്ചെന്റെ കവിളത്തിൽ നിന്നുള്ളിക്കൊണ്ട്, ഉണ്ണി, ഞാൻ നിന്റെ അച്ഛനല്ല മുത്തച്ഛനാണ് എന്ന് പറഞ്ഞ് ഞാൻ എങ്ങനെ മറക്കും? ആ മുത്തച്ഛനെ ഞാൻ ഇന്ന് കൊല്ലുവാൻ പോലും. ഗോവിന്ദ, കരുണാനിധി, എനിക്ക് അദ്ദേഹത്തെ കൊല്ലുവാൻ കഴിയില്ല. തീർച്ചയായും ഇല്ല. ഞാൻ അദ്ദേഹത്തെ കൊല്ലുകയില്ല. വാസുദേവൻ അർജുനനോട് പരിദേവനം കേട്ട് പരിഹാസത്തോടെ പൊട്ടിച്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അർജുന, നീ മറ്റു പലതും മറന്നു കളഞ്ഞ് എന്തുകൊണ്ടാണ് ഭീഷ്മനെ വധിക്കുമെന്ന് നീ എത്ര പ്രാവശ്യം ശപഥം ചെയ്തിട്ടുണ്ട്? ഞാൻ ഭീഷ്മനെ കൊല്ലുവാൻ ഒരുമ്പെട്ടപ്പോൾ നീ എന്നെ അതിൽ നിന്ന് പിന്തിരിപ്പിച്ചത് നീ ആ കൃത്യം നിർവഹിച്ചു കൊള്ളാമെന്ന് സത്യം ചെയ്തിട്ടല്ലേ? ഹേ പാർത്ഥ, നിന്റെ മനസ്സേർപ്പെട്ട വൈക്ലഭ്യം ഒഴിവാക്കുക. ഗാംഗേയനെ കൊല്ലാതെ നീ കൗരവരെ ജയിക്കുകയില്ല.
ഗാംഗേയനെ കൊല്ലുക തുടരും.